ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇതൊന്ന് തുറന്നോക്ക്. ഇടിക്ക് ചേച്ചി. ഇതെന്താ ഇപ്പൊ പ്രത്യേകിച്ച്? ചേച്ചിക്ക് ഡ്രസ് എടുത്തു തരാൻ പ്രത്യേകിച്ച് വല്ലതും വേണോ? അല്ല, എന്നാലും എനിക്കൊന്ന് എടുക്കണമെന്ന് തോന്നി, ഞാൻ എടുത്തു. നമ്മുടെ അച്ഛൻ പറയുന്ന വെറുതെ അല്ല. സ്നേഹമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുമ്പോ കിട്ടുന്നൊരു സന്തോഷം അത് ചെറുതൊന്നുമല്ല. സ്നേഹമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുമ്പോ സന്തോഷം കിട്ടും പ്രിയങ്കെ. പക്ഷേ ഈ സ്നേഹത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ. നിനക്ക് രാധയെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ച? എനിക്കങ്ങനെ തോന്നി. ചില ആളുകൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ വ്യക്തമായ ഉദ്ദേശമില്ലാതെ ചെയ്യില്ലല്ലോ. മോളെ രാധികെ, നീ ഇപ്പോ നിന്റെ അനുജത്തിയെ ശ്രദ്ധിക്കാറുണ്ടോ? അവളിപ്പോ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് കുറച്ചളവ് കൂടുതലല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി. എന്നെ കാണാതായിട്ട് ഞാൻ തിരിച്ചു വന്നില്ലേ, അന്ന് മുതൽ ഇവൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. എന്തിന്? കണിമംഗലത്തേക്ക് ഇനി വരില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് എന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്ന ആരാ? ഇവളല്ലേ. എനിക്ക് ഇവളുടെ കാര്യത്തിൽ ഒരു സംശയമില്ല. മുത്തശ്ശി കേക്ക്. മുത്തശ്ശി അല്ലെങ്കിലും ഇപ്പൊ എന്ത് കാര്യത്തിലും എന്നെ സംശയത്തോടെയാ കാണുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടാ? എനിക്കറിയില്ല. പോയി എനിക്ക് എന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ പോലും പറ്റാണ്ടായി. സ്നേഹം സത്യസന്ധമാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം വേറെ ഇല്ല. പക്ഷേ സത്യസന്ധമല്ലാത്ത സ്നേഹം കത്തിയേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ്. മോളെ രാധികെ, നീ വന്ന് ചായ കുടിക്കാൻ നോക്ക്. ചേച്ചി അതിന് തന്നേക്കെ. എന്താ? അല്ല, ഞാനെന്തോ കാര്യസാധനത്തിന് വേണ്ടി തന്നോന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്. അങ്ങനെ തോന്നണ്ട, ഞാനത് തിരിച്ചു വാങ്ങിച്ചോളാം. പിന്നെ കുഴപ്പമില്ലല്ലോ. മുത്തശ്ശി പറയുന്ന കേട്ട് നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അല്ല, എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മുത്തശ്ശി അത് മനസ്സിൽ വെച്ച് പറഞ്ഞതായിരിക്കും. അത് നീ വിട്ടുകള. എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ. ചേച്ചിനോട് താങ്ക്സ് ഒന്നും പറയണ്ട. അച്ഛൻ പറയുന്ന പോലെ ഇടയ്ക്ക് എന്നെ ഒന്ന് ഉപദേശിച്ച് എന്റെ കൂടെ നിന്ന് എന്നെ രക്ഷിച്ചാ മതി. അതെന്റെ ചുമതലയല്ലേ. നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ചേച്ചിയുടെ ഈ വാക്ക് മതി. എന്നാ ചേച്ചി ചെന്നോ.